ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. மழை வருது கூடை கொண்டு வா மானேயுன் மாறாப்பிலே ஹோய். வெயில் வருது நிழல் கொண்டு வா மன்னா உன் பேரன்பிலே. மழை போல் நீயே പൊഴിന്തായ് തേനേ. മഴ വരുത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കാലവർഷം ഔദ്യോഗികമായി എത്തിയില്ലെങ്കിലും നാടെങ്ങും വേനൽ മഴ തകർത്ത് പെയ്യുകയാണ്. ശക്തമായ മഴയില്ലാത്തൊരു നേരം നല്ല പാട്ടുകൾ കേട്ട് യാത്ര പോയിട്ടുണ്ടോ? അത് ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും വേറൊരു ഫീലാണ് അല്ലേ? അപ്പോൾ മഴയത്തും റൈഡിംഗ് റിപ്പോർട്ട് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇന്നത്തെ യാത്രയിൽ ദൃശ്യഭംഗി കൊണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളുണ്ട്, പ്രചോദനമാകുന്ന അതിജീവന കഥയുണ്ട്, രുചി തേടിയുള്ള യാത്ര കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡിംഗ് റിപ്പോർട്ടർ. അപ്പോൾ മലപ്പുറത്തേക്കാണ് ആദ്യ യാത്ര. മലപ്പുറത്തൊരു വെനീസ് ഉണ്ട്, സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് പൊന്നാനിയിലെ കർമ്മ റോഡ്. ഭാരതപ്പുഴ അറബിക്കടലിൽ അലിയുന്ന മനോഹരമായ കാഴ്ചയുണ്ട് അവിടെ. അതോടൊപ്പം സൂര്യാസ്തമയം ആസ്വദിക്കാം. വൈകുന്നേരങ്ങളിൽ പൊന്നാനിയിലെ മധുരമൂറുന്ന പലഹാരങ്ങളും നിറച്ചാസ്വദിക്കാം. ഇതൊക്കെയാണ് പൊന്നാനിയിലെ കർമ്മ റോഡിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഭാരതപ്പുഴയിലൂടെ കാറ്റുകൊണ്ടുള്ള ആ ബോട്ട് സവാരിയുടെ വിശേഷങ്ങൾ, ഒപ്പം അവിടുത്തെ ആളുകളെയും പരിചയപ്പെടാം. കർമ്മ റോഡിൽ നിന്നും സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ ഇന്ന് ആദ്യം. ഭാരതപ്പുഴ അറബിക്കടലിൽ ലയിക്കുന്ന കാഴ്ച, കഠിനമായ വെയിലിനെ പോലും തണുപ്പിക്കുന്ന നല്ല ഇളം കാറ്റ് ലഭിക്കുന്ന ഇടം, പോരാത്തതിന് നിളയുടെ ഓളപ്പരപ്പിലൂടെ ഒരു സവാരിയും. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? കാണാം, പരിചയപ്പെടാം പൊന്നാനി കർമ്മ റോഡിന്. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പൊന്നാനി കർമ്മ റോഡിലേക്കാണ്. ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി പോകുന്ന ഈ 5.5 കിലോമീറ്ററോളമുള്ള ദൂരപാത കിടിലൻ അനുഭവം സമ്മാനിക്കുന്നു. സദാസമയവും ഭാരതപ്പുഴയിലെ കാറ്റ് തഴുകി തലോടുന്ന തീരത്ത് വന്നാൽ ചൂടറിയില്ല. ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് സവാരിയാണ് മുഖ്യ ആകർഷണം. ബോട്ടുകളാണ് ഈ കർമ്മയിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. 100 രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക്. ഈ ബോട്ട് സഞ്ചാരം നൽകുന്ന ഒരു ഫീല് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അവ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവുന്നതല്ല. ഇവിടെ ഒരു 10-20ഓളം ബോട്ടുകൾ സർവീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മോഡലുകളുള്ള ഡബിൾ ഡക്ക് ഉണ്ട്, പെർ ഹെഡ് 100ഉം 150 പോകുന്ന ബോട്ട് സർവീസ് ഉണ്ട്. പിന്നെ ചെറു ബോട്ടുകളുണ്ട്, അത് ഷിക്കാര മോഡലുള്ള ബോട്ടുകൾ. അത് ഒരു ഫാമിലി, ഒരു 7 പേര്, 2 പേര് വന്നാലും 7 പേര് വന്നാലും ഒരേ ചാർജ് മേടിക്കുന്ന ഒരു പാക്കേജായിട്ട് എടുക്കുന്ന സർവീസുകളും. ഇവിടെ ഇങ്ങനെ ഒരു ബോട്ടിംഗ് സർവീസുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. അത് കൂടുതൽ ആൾക്കാർ അറിയട്ടെ ഇങ്ങനെ, കാരണം ഞാൻ ആലപ്പുഴയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറത്ത് പൊന്നാനി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഫാമിലിക്ക് ഈവനിങ് ഒരു സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ്. പിന്നെ പൊന്നാനി സത്യം പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്, പക്ഷെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഇവിടെ വരുന്നത് വളരെ നല്ലതാണ്, ടൂറിസത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് വന്നിട്ട് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും നല്ലൊരു സ്പോട്ടാണ്. ഞാൻ ആലപ്പുഴ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ പക്ഷേ ഇറ്റ്സ് അൺക്ലീൻ വാട്ടർ, ടൂറിസം വല്ലാണ്ടായിട്ട്. ആൻഡ് ഇവിടെ ഭയങ്കര ക്ലീൻ വാട്ടറാണ്, എൻവയൺമെൻറ്റ് വെരി ക്ലീൻ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ആളുകളുടെ ഒഴുക്കാണ് കർമ്മ റോഡിലേക്ക്.
ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന അഴിമുഖത്തിൽ നിന്ന് വീശുന്ന ഉപ്പും തണുപ്പും കലർന്ന കാറ്റാണ് മറ്റൊരു മുഖ്യ ആകർഷണം. നമുക്ക് 2 മക്കളെ കിട്ടിയിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ ചോദിക്കാം. മക്കളെ എങ്ങനെയുണ്ട് ഇവിടെ? നല്ലതാ. ഇവിടെ വീട് എവിടെയാ? വീട് പൊന്നാനിയില്. നമ്മൾ ദുബായിലായിരുന്നു. നമ്മളുടെ ഉപ്പൻ്റെ വീട് പൊന്നാനിയിലാണ്. ദുബായ് ആണോ പൊന്നാനിയാണോ രസം? ദുബായും പൊന്നാനിയും രണ്ടും ഇഷ്ടമാണ്. ആണോ? ഇവിടെ എന്തൊക്കെയാ കണ്ടു? ഇവിടെ കൊക്ക് കണ്ട്, പിന്നെ കുറുക്കനും കണ്ട്. മോൾ എന്തൊക്കെയാ കണ്ട്? ഞാന് കുറുക്കന്, പരുന്തിന്, ആടിന്. ഇത് പണ്ടും തന്നെ ഇവിടെ രീതിയിൽ ബോട്ടിങ്ങും ജനങ്ങളുടെ സവാരിയൊക്കെ നടന്നിരുന്നു. പക്ഷേ ടൂറിസം എന്നുള്ള ലെവലിൽ അത് ബിൽഡപ്പ് ചെയ്യാത്തത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും ടൂറിസം എന്ന രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റിന് നല്ല ഒരു ഏരിയ ആയിട്ടുള്ള സ്കോപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഹൈജീനിക്കായിട്ട് കുറച്ചും കൂടി ഹൈജീനിക്കായിട്ടൊരു സ്ഥലം കൂടിയാണ് ഇവിടെ നിന്ന് തോന്നുന്നത്. ഇനി ബോട്ട് യാത്രയും ജലനിരപ്പിലെ കാഴ്ചകളും ആസ്വദിക്കാൻ ആലപ്പുഴ പോകേണ്ടതില്ല. പകരം കർമ്മ റോഡിലേക്ക് വന്നാൽ മതിയെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്. നല്ല സ്ഥലമാണ്, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നല്ല അന്തരീക്ഷമാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല അന്തരീക്ഷമാണ്. നല്ല എല്ലാം കാണാനും കുട്ടികൾ വന്ന് നേരം പോകാനും ഒക്കെ നല്ല അന്തരീക്ഷമാണ്. പത്തനാപുരത്തുകാരിയാ, ഇപ്പൊ കാണാൻ വന്നത്. ഒത്തിരി ഇഷ്ടമായി. നല്ല സ്ഥലം. വൈകിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അല്പം ദീർഘവീക്ഷണത്തോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയാൽ പൊന്നാനിയും കർമ്മ റോഡും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. പൊന്നാനിക്കാർ ലോകത്തെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് ഇവിടുത്തെ സായാഹ്നം ആസ്വദിക്കാൻ. സമീർ ബിൻ കരീം, 24, തിരൂർ. അപ്പോൾ അതാണ് കർമ്മ റോഡിലെ വിശേഷങ്ങൾ. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പാട്ട് നന്നായി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. സന്തോഷം. മഴ ആയതുകൊണ്ട് ഒരു മഴപ്പാട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു പാട്ട് പാടി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ റൈഡിംഗ് റിപ്പോർട്ട് തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ജീവൻ നിലനിർത്താൻ അത് കഴിയുമോ എന്ന് ഡോക്ടർമാർക്ക് പോലും ഉറപ്പ് പറയാൻ കഴിയാത്ത വിധത്തിലൊരു അപകടം സംഭവിക്കുക, അല്ലേ? അത് പലപ്പോഴും വലിയ തിരിച്ചടിയാവാറുണ്ട്. നമ്മുടെ ജീവിതം പോലും മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് അത്തരം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ പ്രതിസന്ധിയിൽ വർഷങ്ങളോളം ഒന്നനങ്ങാൻ പോലും കഴിയാതെ കിടക്കുക, അരയ്ക്ക് താഴെ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ ജീവിതം കെട്ടിപ്പടുത്ത ഒരാളുണ്ട് കോഴിക്കോട് പെരുമണ്ണയിൽ. അയാളെ തേടിയാണ് അടുത്ത നമ്മുടെ യാത്ര. തെങ്ങിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന സതീശൻ ഇന്ന് പേപ്പറും പേനയും കുടകളും ഉണ്ടാക്കി വിൽപ്പന നടത്തിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് പെരുമണ്ണയിലേക്ക് സതീശന്റെ ഇച്ഛാശക്തിയുടെ വിശേഷങ്ങൾ തേടി ഒരു യാത്ര പോവുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ മിഥില ബാലന്റെ റിപ്പോർട്ട്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പ്രശ്നമാക്കണ്ട. നമ്മൾ പോകുന്നത് പെരുമണ്ണയിലേക്കാണ്. പെരുമണ്ണയിലെ ഒരു വ്യക്തിയാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറിലൂടെ പരിചയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആരാണ് എന്താണ് എന്നല്ലേ, ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, പെരുമണ്ണയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു ആൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ വീടിനകത്ത് കാണാൻ പോകുന്ന വ്യക്തി. ചേട്ടാ, ഇതാണ് സതീശൻ ചേട്ടൻ. ഞാൻ 24ാമത്തെ വയസ്സിൽ തെങ്ങുമെന്ന് വീണാണ്. അത് തെങ്ങ് ചെത്തുന്ന സമയത്ത് അവിടെ നിന്ന് വീണ, തെങ്ങിൻ്റെ പുറകിൽ മടൽ ഇടിഞ്ഞ് വീണ. പിന്നെ പല സ്ഥലത്തും പല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കുറേ കാലം, അങ്ങനെ 10-11 കൊല്ലം
ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. 2000 ഓഗസ്റ്റ് 3 അപകടം. അധിക ദിവസം ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ. 10 വർഷം ഒന്നനങ്ങാൻ പോലും കഴിയാതെ കിടക്കയിൽ. ഞാൻ ചോറ് കണ്ടത് തന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. വായിലിട്ട് തരിക ഒറ്റിയിട്ട് കഴുത്തിന് സാധനം കുടുക്കിയിട്ടിട്ട് എനിക്കൊരാളെ കാണണമെങ്കിൽ ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ ബയ്യിൽ വരണ്ടേ, എന്നാലേ കാണൂലേ. അപ്പോൾ ചോറൊന്നും കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ സമയത്ത് തല തീരെ പൊന്തിക്കാൻ പറ്റില്ല, കഴുത്താ പൊട്ടിയത്. അതുകൊണ്ട് എന്നിട്ട് ആദ്യമായിട്ട് 2 കൊല്ലത്തിന് ചോറ് കണ്ടെങ്കിൽ എന്തോ നിധിയൊക്കെ കണ്ട മാതിരി. അരയ്ക്ക് താഴോട്ട് തളർന്നിട്ടുണ്ട്, മനസ്സ് തളർന്നില്ല. ജീവിക്കണമെന്ന വാശി. പതിയെ മനസ്സിനൊത്ത് ശരീരത്തെ മാറ്റിയെടുത്തു. പാലിയേറ്റീവ് പ്രവർത്തകരുടെ സഹായത്തോടെ സ്വയം തൊഴിൽ പഠിച്ചു. കഴിഞ്ഞ 12 വർഷമായി കുടയും പേപ്പർ പേനയും ഉണ്ടാക്കുന്നു. 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. പക്ഷേ എവിടെ പോയി ചെയ്യും? എൻ്റെ ഈ ശരീരാവസ്ഥ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒന്നാമത്തെ യൂറിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, കൺട്രോളല്ലേ ഇനി. അപ്പോൾ അതൊക്കെ മനസ്സിലിങ്ങനെ തട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലത്തെ അതേ സൗകര്യം അവിടെ കിട്ടുമോ, പഠിക്കാൻ പോകണമെങ്കിൽ, അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ ആ പോട്ടുമ്പത്തുള്ള പാലിറ്റിക്കാരുകാർ എന്നെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സത്യത്തിൽ. അതുപോലെ ഓങ്കാർ കട്ടാക്കും വന്നിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ദിവസം 6 കുടകൾ ഉണ്ടാക്കും. കിടന്നാണ് കുട തുന്നുന്നത്. ഏറെ ശ്രമകരമാണിത്. സതീശന്റെ അതിജീവന കഥ മറ്റുള്ളവർക്കും പകർന്നു നൽകുന്നുണ്ട്. അതിലൂടെ ലഭിക്കുന്ന ഊർജവും ജീവിതയാത്രയിൽ കരുത്താണ്. ഞാൻ പോകാറുണ്ട് അവരൊക്കെ കാണാൻ. അങ്ങനെ പാലിറ്റിക്കാരനെ വിളിച്ച് പറയും, പുറത്തിറങ്ങാത്ത ആൾക്കാരൊക്കെ. ഞാൻ അവരെ വീട്ടിലൊക്കെ പോകും, പോയി കുറേ സംസാരിച്ച് ഞാൻ തന്നെ നിർബന്ധിച്ച് ക്യാമ്പിലൊക്കെ പോകാൻ കേട്ടിപ്പിച്ച ആൾക്കാരുണ്ട്. ഒന്ന് ഇറങ്ങി കിട്ടിയാൽ പിന്നെ ആക്റ്റീവ് ആയിക്കോളും. ഫസ്റ്റിലൊന്ന് അത് എൻ്റെ അനുഭവം അങ്ങനെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പറയണത്. എവിടെ ഉണ്ടെങ്കിലും ആര് പറഞ്ഞാലും ഞാൻ പോകില്ല, ദൂരം ഇതൊന്നും കണക്കാക്കില്ല. ഈ കുടയും പേപ്പർ പേനയുമാണ് ഉപജീവനം. സർക്കാരിനോട് ഒരപേക്ഷ. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ. കാരണം ഇത് ഞങ്ങൾ ഉടനെ വൻകിട കമ്പനികളോടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പേപ്പർ പേന എന്ന് പറഞ്ഞാൽ സർക്കാർ വിചാരിച്ചാൽ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്കൂളുകളിലും പിന്നെ ഓഫീസുകളിലൊക്കെ ഈ പേപ്പർ പേനകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം തന്നെ നമ്മളത് ഒരുപാട് സ്കൂളുകളിലെ ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ പകച്ചു നിൽക്കുന്നവരോടുമുണ്ട് ചിലത് പറയാം. അല്ല, ഓരോടിപ്പോൾ ഇത് പറ്റിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും അവസാനിക്കില്ല, നിങ്ങൾക്കൊന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഭാഗം പോയി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്താണോ വിചാരിക്കുന്നത് അത് ചെയ്യാൻ പറ്റും. അതിന് ആര് വിചാരിച്ചാലും കാര്യമില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. മറ്റുള്ളവർ എത്ര നിർബന്ധിച്ച കാര്യമില്ല, നമ്മളെ ഉള്ളിൽ അത് തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്. ഇനി പുരയിലിരിക്കാതെ കിടക്കുന്ന അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു ക്യാമ്പിൽ എങ്ങനെയെങ്കിലും എത്ര അസ്വസ്ഥത ഉണ്ടെങ്കിലും ഒന്ന് പങ്കെടുത്താൽ പിന്നെ നിങ്ങൾ വന്നോളൂ. നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാണ് സതീഷേട്ടൻ്റെ ജീവിതം. ഇതൊരു മാതൃകയാണ്. പ്രതിസന്ധികളിൽ തളർന്നിരിക്കുന്നവർക്ക്, ജീവിതത്തിൽ ഒന്നും ശരിയാകുന്നില്ല എന്ന് കരുതുന്നവർക്ക് മാതൃകയാക്കാം ഈ ജീവിതം. രാജേഷ് വെള്ളരിക്കുണ്ടിനും ആശിഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. സതീഷ് ചേട്ടൻ അവസാനം പറഞ്ഞ കാര്യമുണ്ടല്ലോ അല്ലേ, അതായത് ഇതൊന്നും ഒരു വലിയ പ്രതിസന്ധിയല്ല. ഇത്തരം അപകടങ്ങൾ ഉണ്ടെങ്കിലും കുറച്ചു കാലം നമുക്കൊന്ന് മാറിയിരിക്കേണ്ടി വരും, അത്ര മാത്രമേ ഉള്ളൂ. ജീവിതം ഇനിയും ഒരുപാട് മുന്നോട്ടുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം കിട്ടുക. ആ കോൺഫിഡൻസ് മുന്നോട്ട് പോവുകയാണ്. വളരെ സിമ്പിളായിട്ടാണ് ലൈഫിനെ അദ്ദേഹം കാണുന്നത്. അപ്പോൾ വലിയ മാതൃകയാണ് മിഥില പറഞ്ഞതുപോലെ. ഇതാ പ്രേക്ഷകരും പറയുന്നു, ഒന്നടങ്കം അതുപോലെ പറയുന്നു. വസന്തകുമാരി പറഞ്ഞൊരു ആശയമുണ്ട്, നല്ലതാണ്. മഴക്കാലമാണ്, സതീഷേട്ടൻ്റെ കുട നമുക്കും വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. പറ്റാവുന്നവരെല്ലാം സതീഷേട്ടൻ്റെ കുട വാങ്ങി നമുക്ക് ഈ മഴക്കാലത്ത് സഹായിക്കാവുന്നതുമാണ്. വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. തൊട്ട് മുൻപ് നമ്മൾ കാണിച്ച സതീഷേട്ടൻ്റെ വാർത്ത, അതിൽ ഒരുപാട് പേർ കമൻറ്റുകൾ അയക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേരെങ്കിലും ചോദിച്ചു അദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ട്, കുടകൾ വാങ്ങണമെന്നുണ്ട്, അദ്ദേഹത്തെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സതീഷേട്ടൻ്റെ നമ്പർ ഞാൻ പറയാം, ഇതാണ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. എന്നിട്ട് നിങ്ങൾക്ക് കുടയോ പെന്നോ പേപ്പറോ ഒക്കെ വാങ്ങുകയും ചെയ്യാം. 9847 293034. ഒന്നുകൂടെ പറയാം, 9847 293034 എന്നതാണ് സതീഷേട്ടൻ്റെ ഫോൺ നമ്പർ. അപ്പോൾ ഇതിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. വലിയ പണച്ചെലവൊന്നുമില്ലാതെ പ്രകൃതിയോട് ഇണങ്ങി ഒരു ദിവസം കരയിലും വെള്ളത്തിലുമായി ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ട് എറണാകുളത്ത്.
കണ്ടലുകളും മത്സ്യക്കെട്ടുകളുമായി വ്യത്യസ്തമായ ഒരു അനുഭവമാണ് മാലിപ്പുറത്തെത്തുന്നവരെ കാത്തിരിക്കുന്നത്. മാലിപ്പുറത്തുള്ള മത്സ്യഫെഡ് കേന്ദ്രത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഒട്ടനവധി സഞ്ചാരികൾ ഇപ്പോൾ തന്നെ അവിടത്തേക്ക് വരുന്നുണ്ട്. മാലിപ്പുറത്തു നിന്നും എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റൈഡിംഗ് റിപ്പോർട്ട് കാണാം. ഇതുവരെ കാണാത്ത കാഴ്ചകളും അതിശയിപ്പിക്കുന്ന അനുഭവവുമായി ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് മാലിപ്പുറത്തെ ഫിഷ് ഫാം പാർക്ക്. അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. എറണാകുളം നഗരത്തിൽ നിന്ന് 28 മിനിറ്റാണ് മാലിപ്പുറത്തെ മത്സ്യഫെഡ് ഫിഷ് ഫാമിലേക്ക് എത്താനുള്ള ദൂരം. കണ്ടലുകളും മത്സ്യക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ ഗ്രാമീണ വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തുന്നത് തന്നെ മനസ്സിന് സുഖം പകരുന്ന യാത്രയാണ്. ഒരു അവധി ദിവസം സമാധാനമായി വന്നിരിക്കാനും വെള്ളത്തിലിറങ്ങി മീനുകളുടെ ഡാൻസ് ഒക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോകാനും പറ്റിയ സ്ഥലമാണ് മാലിപ്പുറത്തുള്ള മത്സ്യഫെഡിന്റെ ഈ ഫിഷ് ഫാം. ₹250 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നടന്നെത്തുന്നത് കണ്ടൽ വനത്തിലേക്ക്. അവിടെ കുളിർമയുള്ള അന്തരീക്ഷത്തിൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഫാമിലേക്ക് പോകാം. ഫാമിലെ ഏറ്റവും ആകർഷണീയത ബോട്ട് യാത്രയാണ്. പെഡൽ ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ അവസരമുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫാമിൽ നിന്ന് തന്നെ ചൂണ്ടകൾ നൽകും. ഫാമിലെ ഏറ്റവും ആകർഷണീയത എന്തെന്ന് ചോദിച്ചാൽ അത് മീൻചാട്ടമാണ്. ബോട്ട് യാത്ര ചെയ്യുന്നവരുടെ തലങ്ങും വിലങ്ങും പൂമീനുകൾ ചാടി നടക്കും. ചിലത് ചാടി നമ്മുടെ ബോട്ടിലേക്ക് വീഴും. ശരിക്കും നോക്കിയിരുന്നില്ലെങ്കിൽ മീനുകൾ ചിലത് ചാടുന്നതിനിടയിൽ നമ്മുടെ തലയിലിടിക്കും. അങ്ങനെ മനോഹരമായ ഈ യാത്ര കഴിഞ്ഞ് താല്പര്യമുള്ളവർക്ക് ജലാശയത്തിന് നടുക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ കയറിയിരുന്ന് കാഴ്ചകൾ കാണാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടൂറിസവും കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി കൂടിയാണിത്. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫാമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ടൂറിസം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ഫാമിൻ്റെ വർക്കിംഗ് പോകുന്നത്. അപ്പം ടൂറിസ്റ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് പാക്കേജ് പറയുമ്പം വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ 250യും ഹോളിഡേയ്സിൽ നമ്മൾ 300ഉമാണ് വാങ്ങുന്നത്. അപ്പം ഇതിൻ്റെ പാക്കേജ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 250ൽ നമ്മുടെ എൻട്രി ഫീ വരുന്നത് ₹100 ആണ്. ബാക്കി ₹100 വരുന്നത് നമ്മുടെ ഈ ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടി ക്ലബ് ചെയ്തിട്ട് ഏറ്റവും മിനിമം ലെവലിൽ സാധാരണക്കാർക്ക് എൻജോയ് ചെയ്യാൻ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അവർക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എൻട്രീൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പാക്കേജിൻ്റെ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞാൽ കയാക്കിംഗ് ഉണ്ടാവും, റോബോട്ടിംഗ് ഉണ്ടാവും, പിന്നെ ആംഗ്ലിംഗ്, അതായത് നമുക്ക് ഇവിടുന്ന് തന്നെ മത്സ്യം പിടിക്കാനുള്ള ഒരു അവസരം ചൂണ്ടിട്ട് പിടിക്കാം. അപ്പോൾ അത് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആ റേറ്റ് അനുസരിച്ച് നമ്മളത് അവർക്ക് സെയിൽ ചെയ്യുന്നതാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ വളർത്തുന്ന മീൻ തന്നെ കറിയായും വറുത്തും ഉച്ചയൂണിനൊപ്പം നമ്മുടെ മുന്നിലെത്തും. ഊണും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ബോട്ടിൽ സഞ്ചരിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിക്കഴിഞ്ഞാലും ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല. തൊട്ടടുത്ത് തന്നെ കണ്ടൽക്കാടുണ്ട്. അതിനു പടിഞ്ഞാറ് വശം വിശാലമായ കടൽ തീരവും. ഒരു ദിവസം സമ്പൂർണ്ണമായി ആഘോഷിച്ചതിൻ്റെ സന്തോഷവുമായി വീടുകളിലേക്ക് മടങ്ങാം. ക്യാമറമാൻ അരുണിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. അപ്പോൾ അതാണ് മാലിപ്പുറത്തെ വിശേഷങ്ങൾ. ഒരുപാട് പേര് ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ഈ കുമ്പിളപ്പത്തിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്നത്തെ സമയം റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. സ്വാഭാവികമായിട്ടും അത് നാളത്തെ നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കുമ്പിളപ്പത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. അത് കോട്ടയത്ത് നിന്നുള്ള ഒരു കൂട്ടം വീട്ടമ്മമാരുടെ രുചിക്കൂട്ടിൻ്റെ വിശേഷം കൂടിയാണ്. അതിലേക്ക് നമ്മൾ കടന്നേലും നാളെ ആദ്യം തന്നെ ആ റിപ്പോർട്ടിലേക്കായിരിക്കും. അപ്പോൾ ഇന്ന് റൈഡിംഗ് റിപ്പോർട്ട് അവസാനിക്കുകയാണ്.